നമസ്കാരം. നമ്മളൊക്കെ ദിവസവും വാർത്തകളിൽ കേൾക്കുന്നതും കാണുന്നതുമായ എന്നാൽ അധികം വേണ്ടത്ര ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ ചോദിക്കട്ടെ. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം നമ്മൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. എന്തൊക്കെ വലിയ വലിയ പ്രഖ്യാപനങ്ങളാണ്, എത്ര വലിയ വായിലുള്ള വർത്തമാനങ്ങളും അവകാശവാദങ്ങളുമാണ് നമ്മൾ അവിടെ കേട്ടത്. വിശ്വഗുരു, ഡിജിറ്റൽ ഇന്ത്യ, ലോകത്തെമ്പാടും ഇന്ത്യയുടെ വളർച്ച എന്നൊക്കെ പറഞ്ഞ് രാജ്യം വലിയ പുരോഗതിയിലാണെന്ന് കാട്ടിത്തരുന്ന വലിയ വലിയ വാചകങ്ങൾ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും തോന്നും രാജ്യം വലിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്ന്. എന്നാൽ ഈ പൊങ്ങച്ചങ്ങൾക്കും പ്രസംഗങ്ങൾക്കും അപ്പുറത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരുടെ മക്കൾ പഠിക്കാൻ പോകുന്ന പൊതുവിദ്യാലയങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് എന്നെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും പുറത്തു വരുന്ന ചില കാഴ്ചകളുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ വിദ്യാലയങ്ങളുടെ ദൃശ്യങ്ങൾ ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ. ശരിക്കും നമ്മുടെ കരളലിയിപ്പിക്കുന്ന, വല്ലാതെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. ഒരു മലയാളി എന്ന നിലയിൽ നമുക്കിതൊക്കെ കണ്ടാൽ അവിശ്വസനീയമായി തോന്നും. കാരണം നമ്മുടെ കേരളത്തിലെ 99% വരുന്ന പൊതുവിദ്യാലയങ്ങളും വളരെ മികച്ച രീതിയിലാണ് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് കൃത്യമായ സൗകര്യങ്ങളും ഹൈടെക് ക്ലാസ് മുറികളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ നരേന്ദ്രമോദി ഭരിക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാർ ഭരിക്കുന്ന ഈ സംസ്ഥാനങ്ങളിലെ കഥ എന്താണ്? മോദി അവകാശപ്പെടുന്ന ഈ പറയുന്ന ഡിജിറ്റൽ ഇന്ത്യയിൽ വിദ്യാർത്ഥികൾക്ക് ഒന്നിരുന്ന് പഠിക്കാൻ ഒരു ബെഞ്ചോ ഡെസ്കോ പോലുമില്ല. ഫാനും എയർ കണ്ടീഷനും കമ്പ്യൂട്ടറും ഒക്കെ അവിടെ നിൽക്കട്ടെ, കുട്ടികൾക്ക് സമാധാനമായി ഇരുന്ന് പഠിക്കാൻ ഉറപ്പുള്ള ഒരു സ്കൂൾ കെട്ടിടം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ആ പ്രദേശങ്ങൾ. ചോർന്നൊലിക്കുന്ന, ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാറായ പഴയ കെട്ടിടങ്ങൾക്ക് താഴെ മണ്ണിലിരുന്ന് പഠിക്കേണ്ടി വരുന്ന അവസ്ഥ. ഒരു മഴ വന്നാൽ ആ കെട്ടിടങ്ങളിൽ കയറി നിൽക്കാൻ പോലുമുള്ള സജ്ജീകരണങ്ങളില്ലാതെ വിഷമിക്കുകയാണ് ആ പിഞ്ചുകുട്ടികൾ. രാജ്യത്തെ സ്കൂളുകൾ ഇത്തരത്തിൽ വളരെ ശോചനീയമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സംഘടന വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ മുന്നിൽ നിർത്തി ഒരു രണ്ടാം ഘട്ട പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ വിദ്യാലയങ്ങളുടെ സജ്ജീകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും കാര്യക്ഷമമാക്കുക, പ്രൈമറി തലത്തിൽ മുതൽ സ്കൂളുകളിൽ കൃത്യമായ പഠനാന്തരീക്ഷം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു രാഷ്ട്രീയ ചോദ്യമുള്ളത്. എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങളിൽ ഇത്രയും ദാരുണമായി സ്കൂളുകൾ നശിച്ചു പോയിട്ടും ഭരണകൂടം ഒന്നും ചെയ്യാത്തത്? ഇതൊരു യാദർശികമായ വീഴ്ചയാണോ? ഒരിക്കലുമല്ല. ഇതിന് പിന്നിൽ കൃത്യവും ഭയാനകവുമായ ഒരു അജണ്ടയുണ്ട്. എന്താണ് ആ അജണ്ട എന്ന് വെച്ചാൽ രാജ്യത്ത് വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ്. ജനങ്ങൾ വിദ്യാസമ്പന്നരാകരുത്. കാരണം എന്താണ്? വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു തലമുറ ഉണ്ടായാൽ ഇവർ പ്രചരിപ്പിക്കുന്ന വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വ്യക്താക്കളാക്കാൻ അവരെ കിട്ടില്ല എന്ന കൃത്യമായ തിരിച്ചറിവ് ഭരണകൂടത്തിനുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ചെറിയൊരു മടിയുണ്ടാകും. അങ്ങനെയുള്ളപ്പോൾ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതാക്കി അവർക്ക് പഠിക്കാനുള്ള ഒരു മാനസിക അന്തരീക്ഷം തന്നെ തല്ലിക്കെടുത്തി രാജ്യത്ത് വിദ്യാഭ്യാസവും അറിവുമില്ലാത്ത ഒരു കൂട്ടം ആളുകളെ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തച്ചുടയ്ക്കുകയാണ് സംഘപരിവാർ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിത്തട്ടിൽ നിന്ന്, ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയെ കാര്യക്ഷമമാക്കാൻ വേണ്ടി CJP പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഒരു പ്രതിഷേധത്തിന് തുടക്കമിടുമ്പോൾ അത് നരേന്ദ്രമോദി സർക്കാരിൽ വലിയ അങ്കലാപ്പാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിറങ്ങിപ്പോകേണ്ടി വന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് രണ്ടാമതൊരു സമരം കൂടി ഉണ്ടായാൽ അത് തങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന ഭയം ഇവർക്ക് ഇപ്പോഴുണ്ട്.
വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി സമരം ചെയ്താൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും ഉണ്ടാകുമെന്നും അത് BJPയെയും സംഘപരിവാറിനെയും വലിയ രീതിയിൽ പിടിച്ചുലയ്ക്കുമെന്നും ഉള്ള തിരിച്ചറിവിൽ നിന്നാണ് അവർ അടുത്ത നീക്കം നടത്തിയത്. എന്താണ് സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ ഇവർ ചെയ്തത്? CJPയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തന്നെ ഇവർ നീക്കം ചെയ്തു, അഥവാ ബ്ലോക്ക് ചെയ്തു. ഈ വരുന്ന പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ആളിക്കത്താനുള്ള വഴി സോഷ്യൽ മീഡിയയാണെന്ന് തിരിച്ചറിഞ്ഞ സംഘപരിവാർ അടുത്തൊരു സമരം രാജ്യത്തുണ്ടാവാതിരിക്കാൻ വേണ്ടി അക്കൗണ്ട് തന്നെ ഡൗൺ ചെയ്യുകയായിരുന്നു. സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് രാവിലെ തന്നെയായിരുന്നു ഈ ഭീരുത്വം നിറഞ്ഞ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട് അഭിജിത്ത് ദീപ്കെ എക്സിൽ കുറിച്ച ഒരു പോസ്റ്റ് ഉണ്ട്. They cracked down the official Instagram handle of Cockroach Janata Party. എന്തൊരു ഭീരുക്കളാണ് ഇവരെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സത്യത്തിൽ ഈ ഭീരുത്വം ഇവരുടെ DNA പണ്ട് മുതലേ ഉള്ളതാണ്. അത് എന്നു മുതലാണെന്ന് ചോദിച്ചാൽ അന്ന് ആൻഡമാൻ ജയിലിൽ കഴിയുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ എഴുതി കൊടുത്ത് അവരുടെ കാൽ നക്കിയ സംഘപരിവാറുകാരനായ സവർക്കറുടെ ആ പഴയ ഭയത്തിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. സവർക്കറെ ബ്രിട്ടീഷുകാരൻ്റെ കാൽ നക്കാൻ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? ഭയമായിരുന്നു. ആ സവർക്കറുടെ ഭയമെന്ന DNA ഇന്നും രാജ്യത്തെ സംഘപരിവാറുകാരുടെ സിരകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഭയം കാരണം ബ്രിട്ടീഷുകാരൻ്റെ കാല് നക്കിയെങ്കിൽ കാലം കടന്നുപോയി. AI-യുടെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഇന്ന് രാജ്യത്ത് തങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും എന്ന് തോന്നുന്നവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ റിമൂവ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. രാജ്യത്ത് പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും കൃത്യമായ അന്തരീക്ഷവും വേണം എന്ന് പറയുന്ന ന്യായമായ ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളെ ഭയന്ന് അത് തടയാൻ വേണ്ടിയുള്ള പണികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും CJPയുടെ അക്കൗണ്ട് നീക്കം ചെയ്തതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്താകെ ഉയർന്നു വന്നു. വീണ്ടും ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയതോടെ ഗതികെട്ട് ഒടുവിൽ ഇവർക്ക് തന്നെ ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പുനഃസ്ഥാപിക്കേണ്ടി വന്നു. എന്നിരുന്നാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഭയം നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വല്ലാതെ വേട്ടയാടുന്നുണ്ട്. സ്വയമേ വിശ്വഗുരു എന്നും ചാണക്യൻ എന്നുമൊക്കെ വിശേഷിപ്പിക്കുന്ന ഇവർ കരുതിയത് രാമക്ഷേത്രത്തിന്റെ പേരിൽ കൊള്ളയടിച്ച പണം കൊണ്ട് രാജ്യത്തെ എല്ലാം വിലയ്ക്ക് വാങ്ങാമെന്നായിരുന്നു. ജുഡീഷ്യറി ഇവർ വിലക്കെടുത്തു, സിസ്റ്റത്തെ വിലക്കെടുത്തു, പ്രധാനമന്ത്രി കസേരയെ വിലക്കെടുത്തു, ഇലക്ഷൻ കമ്മീഷനെ പോലും വിലക്കെടുത്തു. പണമുണ്ടെങ്കിൽ എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതിയ ഇവർക്ക് പക്ഷേ തെറ്റിപ്പോയി. രാമനെ പോലും കൊള്ളയടിച്ച് തങ്ങളുടെ അധികാര കസേര നിലനിർത്താൻ നോക്കിയ ഭരണകൂടത്തിന് മുന്നിൽ വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത ഒന്നായി ഈ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹം നിലകൊള്ളുകയാണ്. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ വന്ന് തടിച്ചുകൂടിയപ്പോൾ സംഘപരിവാറിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം IITയിലെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നരേന്ദ്രമോദി ഉപദേശ രൂപേണ ചില വാക്കുകൾ പറയുന്നത് കേട്ടു. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ സിലബസിൽ നിന്നുള്ളതായിരിക്കും, പക്ഷേ ജീവിതത്തിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ചോദ്യങ്ങൾ ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കും എന്നൊക്കെയാണ് മോദിയുടെ ഫിലോസഫി. 12 വർഷമായി രാജ്യം ഭരിക്കുന്ന മോദി ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. ഇന്ന് ഇന്ത്യ അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ കാണിക്കുന്ന ഈ IITകളൊക്കെ ഈ രാജ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് രാജ്യത്തിൻ്റെ ഭാവി മുൻകൂട്ടി കണ്ട ജവഹർലാൽ നെഹ്റുവിൻ്റെ സംഭാവനയായിരുന്നു. നെഹ്റു അന്ന് പാകിയ വിത്തിൻ്റെ ഫലമാണ് ഇന്ന് നരേന്ദ്രമോദി പറിച്ചു തിന്നുന്നത്. കഴിഞ്ഞ 12 വർഷത്തെ ഭരണം കൊണ്ട് എന്ത് മാറ്റമാണ് ഇവർ രാജ്യത്തുണ്ടാക്കിയത്? മാറ്റമുണ്ടായിട്ടുണ്ട്. കോർപ്പറേറ്റുകൾക്കും സംഘപരിവാറിനും വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. അവരുടെ ബാങ്ക് ബാലൻസ് വലിയ വർധനമുണ്ടായിട്ടുണ്ട്. അതല്ലാതെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്കോ ആരോഗ്യ മേഖലയ്ക്കോ സാധാരണക്കാരായ മനുഷ്യർക്കോ കർഷകർക്കോ അവരുടെ മക്കൾക്കോ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അവരുടെയൊക്കെ ജീവിതം കൂടുതൽ ദുസ്സഹമായി മാറുകയാണ് ചെയ്തത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്കൂളുകളുടെ ദാരുണമായ അവസ്ഥ കാണിക്കുന്ന കാഴ്ചകൾ നമ്മളോട് വിളിച്ചു പറയുന്നതൊന്നേയുള്ളൂ. നാളത്തെ തലമുറയുടെ ഭാവി തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് സംഘപരിവാർ ഈ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ചിന്തിക്കുന്ന, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു തലമുറ ഉയർന്നു വന്നേ മതിയാകൂ. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.